ഹലോ എവ്രിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖത്തറിലിപ്പം ബീച്ച് ക്യാമ്പിംഗ് സീസൺ അല്ലേ, അപ്പോൾ അത് തന്നെയാവട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ വിചാരിച്ചു. ഫോർ ബൈ ഫോർ കാറ് കൊണ്ട് മാത്രം എത്താൻ പറ്റുന്ന ഒരു ബീച്ച് ക്യാമ്പിംഗ് റിസോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. 4x4 കാറ് പിന്നെ ബീച്ച് ക്യാമ്പിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. അതെ, നമ്മൾ സീ ലൈൻ ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെയുള്ള ഒരു ഗ്ലാമ്പിംഗ് റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗ്ലാമ്പിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് മാത്രമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഗ്ലാമ്പിംഗ് എന്ന് പറയുമ്പോൾ ഗ്ലാമറസ് ക്യാമ്പിംഗ്. നമ്മളുടെ നോർമൽ ക്യാമ്പിങ്ങിനെ അപേക്ഷിച്ചിട്ട് ഗ്ലാമ്പിംഗ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ലക്ഷറിയസ് വേയിൽ നമുക്ക് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരിടം. റിജൻസി സീ ലൈൻ ക്യാമ്പിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ക്യാബിനായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. നല്ല സൗകര്യമുള്ള ക്യാബിനായിരുന്നു. TV, ഫ്രിഡ്ജ്, വാർഡ്രോബ് ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ക്യാബിനിൽ. പിന്നെ നല്ല ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം ഉണ്ടായിരുന്നു. ഇവിടെ ക്യാബിൻ കൂടാതെ ടെൻറ്റ് കൂടിയുണ്ട്. ടെൻറ്റിൻ്റെ പുറമേ നിന്നുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ലക്ഷറി ക്യാമ്പിംഗ് റിസോർട്ട് ആയതുകൊണ്ട് കുറച്ച് പ്രൈസിയാണ്. ഞങ്ങളൊരു ഓഫർ കണ്ടപ്പം ബുക്ക് ചെയ്തതാണ്. ഞങ്ങൾ 3 ഫാമിലിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവരിടയ്ക്ക് ഓഫർ ഇടും. ഇവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ഒരു ഓഫർ സമയത്ത് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. വീക്ക് ഡേയ്സിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വീക്കെൻഡിൽ ഓഫർ ഇടുന്നുണ്ടോ എന്ന് അറിയില്ല. വീക്ക് ഡേയ്സിലാണ് അവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങൾ ഈ ക്യാമ്പിങ്ങിന് വരുന്ന സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു. അധികം തണുപ്പൊന്നും ആയി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റി. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മോളെയും കൂട്ടിയിട്ട് നിഷാദ് സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. ഞാൻ ഈ സ്വിമ്മിംഗ് പൂൾ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ എത്തിപ്പെട്ടത് ഈ ബീച്ച് ഏരിയയിലായിരുന്നു. ഞാൻ മാത്രമാണ് ഈ ബീച്ചിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഉച്ച തിരിഞ്ഞ സമയം 3 മണിയാണ് സമയം. അതുകൊണ്ടാണ് അതൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ 4x4 കാറ് വേണമെന്ന് പറഞ്ഞത് കേട്ട് നിരാശരാവണ്ട. ഈ റിസോർട്ട് നമുക്കൊരു ലൊക്കേഷൻ അയച്ചു തരും. അവിടേക്ക് നമ്മളോട് ആദ്യം വരാൻ പറയും. അവിടെ നമുക്ക് നമ്മളുടെ കാർ എടുത്തിട്ട് വരാം. അവിടത്തേക്ക് ഈ റിസോർട്ടിൽ നിന്ന് ഒരു കാറും ഡ്രൈവറെയും അയച്ചു തരും. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവറായിരിക്കും. കാരണം നല്ല സാൻഡിലൂടെയുള്ള യാത്രയല്ലേ. അത്തരം സാൻഡിലൂടെ യാത്ര ചെയ്ത് പരിചയമില്ലാത്തവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവറൊക്കെ ഉണ്ടാകുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിൽ നിന്ന് അവർ അയച്ചു തരും. അവരുടെ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. എൻ്റെ ചുറ്റുവട്ടത്തും ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്യാമറ നോക്കി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ പാടെ പരാജയപ്പെട്ടു. അതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ സ്വിമ്മിംഗ് പൂള് കണ്ടെത്തിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അതൊരു കണ്ടെയ്നർ കൊണ്ടുണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളായിരുന്നേ. നോർമലായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളായിരുന്നില്ല. പക്ഷേ എൻ്റെ മോൾക്ക് സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവൾക്ക് ആ ഒരു കണ്ടെയ്നർ സ്വിമ്മിംഗ് പൂളാണോ അതോ നോർമൽ സ്വിമ്മിംഗ് പൂളാണോ എന്നുള്ളൊരു പ്രശ്നമില്ല. അവൾ നല്ലപോലെ അതിൽ ആസ്വദിച്ചു. ഞാൻ നിഷാദിനോട് പറഞ്ഞു സ്വിമ്മിംഗ് പൂളിനേക്കാളും ബെറ്റർ ആയിരിക്കും ബീച്ചിൽ ആരുമില്ല, അങ്ങോട്ടേക്ക് വന്നോളൂ എന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് ബീച്ചിലേക്ക് വന്നു. കൂടെ അവരും വന്നു. അവിടെ ഒരു ഹാമക്ക് കണ്ടു. അതിൽ പോയിരുന്ന് ഞാൻ റിലാക്സ് ചെയ്തു. നിഷാദും കുട്ടികളും കടലിൽ കളിക്കുന്നത് ഇങ്ങനെ നോക്കിയിരുന്നു. മോള് സ്വിങ്ങിൽ കയറണമെന്ന് പറഞ്ഞു. മോള് സ്വിങ്ങിലൊക്കെ കയറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ 2 സ്വിങ് ഉണ്ട്. നേരത്തെ കണ്ട സ്വിങ് വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് എനിക്കും കയറാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ച് നടന്നു അങ്ങോട്ടേക്ക്. പക്ഷെ നല്ല ആഴം ഉണ്ടായിരുന്നു. നടക്കുമ്പോൾ ശരിക്കും പേടിച്ചു. സിംഗിൽ ഇരിക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു. നിഷാദ് എന്നെ എടുത്തിരുത്തിയതാണ് സിംഗിൽ. ഞാൻ ഈ സ്വിങ്ങിൽ 1/4 മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട്. വെറുതെ അങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. മോൻക്ക് അവിടുന്ന് ഒരു ബോൾ കിട്ടി. അതും വെച്ച് മോനും നിഷാദും കളി തുടങ്ങി. മോള് വേറൊരിടത്തിരുന്നിട്ട് ക്യാസിൽ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഞാൻ ആ സ്വിങ്ങിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ജോയിൻ ചെയ്തപ്പോൾ അവളെയും കൂട്ടിയിട്ട് ഞാൻ വെറുതെ നടന്നു. അപ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഏരിയൻ്റെ ബാക്കിൽ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. അവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഓർമ്മ വന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഈ പാക്കേജിൽ. പക്ഷെ ഡിന്നർ ഇല്ല, അത് നമ്മൾ കരുതണേ. ഈ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല.
ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു ബോട്ട് ഞങ്ങൾ അവിടെ കണ്ടു. ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ളൊരു ബോട്ട്. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. അപ്പോഴത്തേക്ക് ഇരുട്ടായിരുന്നു. എല്ലാവരുടെയും ലൈറ്റ് ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ 2 മക്കളുടെ ബർത്ത്ഡേ ആണ്. അവരുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് ഇവിടെ വെച്ച് ചെയ്യാനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വീണ്ടും തിരിച്ച് വന്നു. അവിടെ ഒരു ടെൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് കേക്ക് കട്ട് ചെയ്തത്. ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് സൗകര്യമുണ്ട്. ഈ ടെൻറ്റിനടുത്തായിട്ട് ഒരു ഓപ്പൺ ബുഫേ ഏരിയ പോലെ കണ്ടു. ചിലപ്പോൾ നമുക്ക് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തരുമെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ റിസോർട്ടിൽ അന്വേഷിച്ചാൽ മതി. പിറ്റേ ദിവസം സൺറൈസ് കാണാനായിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ആൻഡ് ഫാമിലിയും ഇറങ്ങുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിഷാദും വന്നു. അങ്ങനെ സൺറൈസ് കാണാനായിട്ട് പോവുകയാണിപ്പോൾ. സൺറൈസ് ആയിട്ടില്ല, എന്നാലും സൺറൈസ് ചെയ്ത് കഴിഞ്ഞോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വെളിച്ചം ഉണ്ടായിരുന്നു. നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ വന്നിരിക്കാൻ. ഇനി ഈ കടലിൻ്റെ ശബ്ദവും കേട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സൺറൈസ് കാണാം. സൺറൈസ് കണ്ടിട്ട് ഞാൻ തിരിച്ചു പോയി കുറച്ച് കിടന്നുറങ്ങി. എന്നിട്ട് ഫ്രഷായി തിരിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. റെസ്റ്റോറൻറ്റിന് അടുത്തായിട്ട് തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ചെറിയ കുട്ടികൾക്കായിട്ടുള്ള പ്ലേ ഏരിയയും പിന്നെ വലിയവർക്കായിട്ടുള്ള ഫുട്ബോൾ കോർട്ടും ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതില്ലേ ഇവിടെ ടെൻറ്റ് കൂടെ ഉണ്ടെന്ന്. അതാണ് ഈ കാണുന്ന ടെൻറ്റ്. നല്ല ടോയ്ലറ്റ് ആൻഡ് ബാത്റൂമൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള ടെൻറ്റ്. ടെൻറ്റാണോ ക്യാബിനാണോ പ്രൈസ് എന്നത് എനിക്കറിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ ഞാൻ ബീച്ച് സൈഡിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഒരു 11 മണിയോടെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.